പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരു രാജ്യമാണ് പ്രാഗ് ജ്യോതിഷം. ഇന്നത്തെ ആസാം പ്രദേശത്തോട് ബന്ധിപ്പിക്കുന്ന ഈ മഹാരാജ്യം വെറുമൊരു ഭൂമിശാസ്ത്രപരമായ രാജ്യം മാത്രമായിരുന്നില്ല. ദേവന്മാരുടെയും അസുരന്മാരുടെയും യുദ്ധങ്ങൾ നടന്ന, മന്ത്രവിദ്യയും ജ്യോതിശാസ്ത്രവും ഉയർന്ന നിലയിൽ ഉണ്ടായിരുന്ന ഒരു ഇടമായിരുന്നു, ഒരു ശക്തി കേന്ദ്രമായിരുന്നു അത്. ഈ ഒരു രാജ്യത്തിന്റെ പേര് പ്രാഗ് എന്നത് കിഴക്ക് എന്നും ജ്യോതിഷ എന്നത് നക്ഷത്ര ജ്ഞാനം അഥവാ ജ്യോതിശാസ്ത്രം എന്നും അർത്ഥം വരുന്നു. അതുകൊണ്ട് തന്നെ കിഴക്കൻ ജ്യോതിശാസ്ത്രത്തിന്റെ നാട് എന്ന നിലയിലാണ് പ്രാഗ് ജ്യോതിഷത്തെ പുരാണങ്ങൾ ചിത്രീകരിക്കുന്നത്. ഭാരതത്തിന്റെ വടക്ക് കിഴക്ക് അതിരുകളിൽ മലകളും കാടുകളും നദികളും ചുറ്റപ്പെട്ട ഈ രാജ്യത്തിന്റെ മായാവിദ്യകളും കോട്ടകളും അപരാജിത സൈന്യങ്ങളും പേരുകേട്ടതായിരുന്നു. പ്രാഗ് ജ്യോതിഷത്തിന്റെ സ്ഥാപകനായി പുരാണങ്ങൾ പറയുന്നത് മഹാസുരനായ നരകാസുരനാണ്. ഭൂമിദേവിക്കും മഹാവിഷ്ണു ഭഗവാനും, അതായത് ഭൂമിദേവിക്കും വരാഹമൂർത്തിക്കും പിറന്ന പുത്രനാകുന്നു നരകാസുരൻ എന്ന് ഭാഗവതം പറയുന്നു. അസുരവംശത്തിൽ ജനിച്ചെങ്കിലും ദൈവിക ശക്തികൾ ലഭിച്ച ഒരു രാജകുമാരനായിരുന്നു അവൻ. ബാല്യത്തിൽ സത്യധർമ്മങ്ങൾ പാലിച്ചിരുന്ന നരകൻ പിന്നീട് ദുഷ്ടശക്തികളുടെ സ്വാധീനത്തിൽ ക്രൂരനായ ഭരണാധികാരിയായി മാറി. ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരങ്ങളാൽ അവൻ ശക്തനായി തീർന്നു. ദേവന്മാരെ പോലും തോൽപ്പിക്കുവാൻ ശക്തിയുള്ളവനായിരുന്നു അവൻ. സ്വർഗത്തിലേക്ക് ആക്രമണം നടത്തിയവൻ ദേവമാതാവായ അതിഥി ദേവിയുടെ കുണ്ഡലങ്ങൾ കവർന്നു. ദേവലോകത്തെ സ്ത്രീകളെ അവൻ തടവിലാക്കി. അനേകം രാജകുമാരിമാരെ അവൻ തടവറയിൽ വെച്ചു. ഈ കാലത്ത് പ്രാഗ് ജ്യോതിഷം ലോകം ഭയന്ന ഒരു സാമ്രാജ്യമായി മാറി. നരകാസുരന്റെ തലസ്ഥാനമായിരുന്നു പ്രാഗ് ജ്യോതിഷപുരം. പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് ഈ നഗരം അതിഗംഭീരമായ കോട്ടകളാൽ നിർമ്മിക്കപ്പെട്ടു, സംരക്ഷിക്കപ്പെട്ടു എന്നാണ്. സാധാരണ മനുഷ്യർക്ക് അതിലേക്ക് കടക്കുവാൻ പോലും കഴിയില്ലായിരുന്നു. നഗരത്തിന് ചുറ്റും അഗ്നിവലയം, ഇരുമ്പ് മതിൽ, മന്ത്രശക്തിയാൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ എന്നിവയുണ്ടായിരുന്നു. അവയെല്ലാം നിർമ്മിച്ച് കാത്തു നിന്നതോ മുരാസുരൻ എന്ന ഒരു അസുരൻ. നരകാസുരന്റെ വിശ്വസ്തനായ സേനാധിപനായിരുന്നു അവൻ. ഈ മുരനെ വധിച്ചതിനാൽ തന്നെയാകുന്നു കൃഷ്ണന് മുരാരി എന്ന നാമം ഉണ്ടായത്. പ്രാഗ് ജ്യോതിഷത്തിന്റെ കോട്ടകളെ കുറിച്ചുള്ള ഈ വിവരണങ്ങൾ ഇന്നും പുരാണ ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്നു. നരകാസുരന്റെ ക്രൂരത പരമാവധി എത്തിയപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ കൃഷ്ണനും സത്യഭാമയും പ്രാഗ് ജ്യോതിഷത്തിലേക്ക് യാത്ര തിരിച്ചു. ഗരുഡ വാഹനത്തിലെത്തി അവർ ആദ്യം മുരാസുരനെയും പിന്നീട് നരകാസുരനെയും കൊന്നു. മഹാഭാരതത്തിലും ഭാഗവതത്തിലും ഈ യുദ്ധം അതിഗംഭീരമായി വിവരിക്കപ്പെടുന്നു. അനേകം ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച യുദ്ധത്തിൽ ഒടുവിൽ ഭാമാദേവി നരകാസുരനെ വധിച്ചു. ഭൂമിദേവിയാകുന്ന സത്യഭാമ അത് നരകന്റെ സ്വന്തം അമ്മയാകുന്നു. അമ്മയുടെ ശക്തിയാൽ മരിക്കണമെന്ന അവന്റെ വരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചത്. മരണത്തിനു മുൻപ് നരകാസുരൻ ഒരു അഭ്യർത്ഥന നടത്തി. തന്റെ മരണ ദിവസം ജനങ്ങൾ ദീപങ്ങൾ തെളിച്ച് ആഘോഷിക്കണമെന്നും അതുകൊണ്ട് തന്നെയാണ് ദീപാവലിയുടെ ഒരു ഭാഗമായി നരക ചതുർത്ഥി ആഘോഷിക്കപ്പെടുന്നത്. നരകാസുരന്റെ മരണത്തിന് ശേഷം പ്രാഗ് ജ്യോതിഷത്തിന്റെ ഭരണം ഏറ്റെടുത്തത് അവന്റെ മകനായ ഭഗദത്തനായിരുന്നു. മഹാഭാരതത്തിൽ ഏറ്റവും പ്രശസ്തനായ യോദ്ധാക്കളിൽ ഒരാളാണ് അവൻ. യുദ്ധത്തിൽ അദ്ദേഹം കൗരവരുടെ പക്ഷത്താണ് നിന്നത്. പ്രാഗ് ജ്യോതിഷ രാജാവായ ഭഗദത്തൻ അതിശക്തനായ ഗജസേനാധിപനായിരുന്നു. അഷ്ടഗജങ്ങളിൽ ഒന്നായ സുപ്രതീകം എന്ന മഹാഗജത്തിൽ കയറിയായിരുന്നു അദ്ദേഹം യുദ്ധത്തിനിറങ്ങിയത്. ഒടുവിൽ അർജുനൻ ഭഗദത്തനെ വധിച്ചു. എന്നാൽ മരണത്തിന് ശേഷവും മഹാഭാരതം അദ്ദേഹത്തെ ധീരനായ രാജാവായി ചിത്രീകരിക്കുന്നു. ഇതിലൂടെ പ്രാഗ് ജ്യോതിഷത്തിന്റെ യുദ്ധ പാരമ്പര്യവും സൈനിക ശക്തിയും എത്ര മഹത്വമായിരുന്നുവെന്ന് മനസ്സിലാക്കാം. പ്രാഗ് ജ്യോതിഷം യുദ്ധത്തിന്റെയും അസുര കഥകളുടെയും മാത്രം നാട് ആയിരുന്നില്ല. ജ്യോതിശാസ്ത്രം, തന്ത്രശാസ്ത്രം, ശക്തി ആരാധന, അതായത് ദേവീ പൂജ എന്നിവയുടെ എല്ലാം കേന്ദ്രമായിരുന്നു. കാമാഖ്യാദേവിയുടെ ആരാധന പ്രാഗ് ജ്യോതിഷവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇന്നത്തെ ആസാമിലെ കാമാഖ്യ ക്ഷേത്രം ഭാരതത്തിലെ പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങളിൽ ഒന്നാണ്.
സതീദേവിയുടെ യോനി ഭാഗം ഇവിടെ പതിച്ചുവെന്ന് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീ ശക്തിയുടെയും സൃഷ്ടിശക്തിയുടെയും പ്രതീകമായാണ് ഈ പ്രദേശം കണക്കാക്കുന്നത്.